ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ചിക്കൻ കൊണ്ടുള്ളൊരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ കറിയായിട്ട് ചപ്പാത്തിയിൽക്കും ചോറിൽക്കും ഫ്രൈഡ് റൈസിൽക്കും എല്ലാത്തിൽക്കും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സബോള ഒരു അരക്കപ്പ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സബോള നീളത്തിൽ അരിഞ്ഞതാണ്, ടൊമാറ്റോ സോസ് ഒരു 1/4 കപ്പ്, നാരങ്ങ നീര് വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ എടുക്കാം. ബോൺലെസ് ചിക്കൻ വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് നന്നായി കഴുകി വൃത്തിയാക്കി വയ്ക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം നന്നായി വാർത്ത് കളയണം. അതിനുശേഷം വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ച് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, എരിവിന് ആവശ്യത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അധികം എരിവിടണില്ല, കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ, അപ്പോൾ അത് കാരണം കുറച്ച് എരിവേ ഇതിലിടണുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പേസ്റ്റ് പോലെയല്ല, കാരണം വെള്ളം ഉണ്ടാവില്ല അതിൽ. നന്നായിട്ട് അരച്ചെടുക്കണം. തീരെ വെള്ളം ഒഴിക്കാനേ പാടില്ല. വെള്ളം ഇല്ലാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് അമർത്തിയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ വിരലിൻ്റെ ആകൃതിയിലാക്കിയിട്ട് ഇതൊന്ന് നമ്മുടെ കയ്യിലിട്ടിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. നന്നായി അമർത്തിയിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കണം, കാരണം ഇത് അല്ലെങ്കിൽ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. നല്ല അമർത്തുക. എന്നിട്ട് ഇതൊന്ന് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിപ്പത്തിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹോട്ട് പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം കേട്ടോ. ഇത് ഇങ്ങനെയാണ് സ്നാക്കായിട്ട് ഇങ്ങനെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണിത്. അതല്ല നിങ്ങൾക്ക് കറിയാണ് വെക്കാൻ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഇത് നമുക്കൊന്നുകൂടി മോഡിഫൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക. നമ്മൾ നേരത്തെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിച്ചെപ്പും പുതിനയും കൂടി ഇതിൻ്റെ മേലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഗ്രേവിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ മസാലയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇതൊന്ന് കട്ട് ചെയ്തിടണമെങ്കിൽ ഇടാം കേട്ടോ. നല്ല ടേസ്റ്റാണത്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ആവശ്യം, ചപ്പാത്തിയിൽക്കോ അങ്ങനെ ഫ്രൈഡ് റൈസിൽക്കൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതൊന്ന് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട്, അപ്പോൾ അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങളുടെ ഫോണിലേക്ക് വരും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു.